കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. അപ്പൊ അവര് പറയാണ് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറേ വർഷമായി. പക്ഷേ ഭർത്താവിനെ ഇതുവരെയും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവര് പറയുന്നത് എന്ത് ഞാൻ ചെയ്താലും എല്ലാത്തിനും കുറ്റമാണ് അയാൾ കാണുന്നതെന്ന്. ഒരു കറി ഉണ്ടാക്കി കൊടുത്താല് അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്താലും അതിന് കുറ്റം പറയും. അവര് പറഞ്ഞു എനിക്ക് വയ്യ, കേട്ടു മടുത്തു എന്ന്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, കൊള്ളില്ല എന്ന് പറയുന്നതും നന്നായിട്ടില്ല എന്ന് പറയുന്നതും ഒക്കെ എന്തിനാണ്? നല്ലത് എന്ന് നമുക്കൊന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമോ? അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ. ആ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തോടു കൂടി പറയുക, നീ ഇന്ന് ഉണ്ടാക്കിയ കറി നന്നായിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആ കാര്യം ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ ദിവസം പറയാൻ ശ്രമിക്കുക. ഭർത്താവ് ഭാര്യയോടായാലും ഭാര്യ ഭർത്താവിനോടായാലും. എവിടെയെങ്കിലും പോവാമെന്ന് കരുതി കുറെ നേരം കാത്തിരുന്നിട്ടും ഭർത്താവ് വന്നിട്ടില്ലെങ്കിൽ, വന്നു കഴിഞ്ഞാൽ ചില ഭാര്യമാരുണ്ട് മിണ്ടാതെ പിണങ്ങി നടക്കുന്നത്. അതെല്ലാം മാറ്റി, സാരമില്ല, ഇന്ന് എന്തെങ്കിലും അസൗകര്യം കൊണ്ടായിരിക്കും വരാതിരുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് വേറൊരു ദിവസം പോവാമെന്ന് പറഞ്ഞ് ഭർത്താവിനെ ആശ്വസിപ്പിക്കാം. അങ്ങനെ പരസ്പരം ആശ്വാസവാക്കിലൂടെ ഒന്ന് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയി നോക്കൂ. അതാണ് നല്ലത്. പരസ്പരം വേദനിപ്പിക്കാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ ജീവിതം ഒന്ന് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നോക്കൂ. പരസ്പരം സ്നേഹിക്കുമ്പോൾ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ തോന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരിക്കും. നാൾക്കുനാൾ കഴിയുന്തോറും, ഓരോ ദിവസം കഴിയുന്തോറും നോക്കിയാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നത് കാണാം. ആദ്യം എന്ന് പറഞ്ഞാൽ ആ ചെറിയ പ്രായത്തിലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ നല്ല നല്ല ഹോർമോണുകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം ഹോർമോണുകൾ കൂടുതൽ സ്നേഹത്തോടെ നിൽക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു. കുറെ നാളുകൾ കഴിഞ്ഞാൽ ഇത്തരം ഹോർമോണുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുന്നു. അപ്പോഴാണ് ഞാനൊരു കഥ ഓർത്തത്. ഒരു 10-25 വയസ്സായ ഒരു പെൺകുട്ടി ഒരു റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവളുടെ കാലിലൊരു ആണി തറച്ചു. ചോര കൂടുതലായി ഒഴുകുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്കൊരു ചെറുപ്പക്കാരൻ വന്നു. അയാൾ വേഗം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടവൽ കൊണ്ട് അത് കെട്ടി, കാല് കെട്ടി വേഗം ഒരു വണ്ടി വിളിച്ച് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, ഡ്രസ്സിങ് എല്ലാം ചെയ്ത്, ഇഞ്ചക്ഷനൊക്കെ എടുത്ത്, അങ്ങനെ നല്ലൊരു സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. അവർ പിന്നീട് പരസ്പരം സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോവുകയായിരുന്നു. റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ ആ സ്ത്രീയുടെ കാലിലൊരു ആണി വീണ്ടും തറച്ചു. അതിൽ ചോര കൂടുതലായി വരുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഭർത്താവ് അവളോട് വഴക്കിട്ടു. നീ എവിടെ നോക്കിയാണ് നടക്കുന്നത്? നിനക്ക് നേരെ നോക്കി നടന്നൂടെ? അതുകൊണ്ടല്ലേ കാലിൽ ഇങ്ങനെ ആണി തറച്ചത് എന്ന് പറഞ്ഞ് അവളെ വഴക്കിട്ടു. ഭാര്യയും തിരിച്ച് ദേഷ്യത്തോടെ അയാളോട് സംസാരിച്ചു. അങ്ങനെ അത് കലഹമായി അവര് വേർപിരിഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇവർ കണ്ടപ്പോൾ ഉണ്ടായ ആ സ്നേഹം കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ല. അതാണ് ഞാൻ പറയുന്നത്. ആദ്യം പറയുന്ന ആ നല്ല വാക്കുകളൊന്നും പിന്നീട് പറയാൻ എന്താണ് എല്ലാവർക്കും മടി? എന്തിനാണ് ഇങ്ങനെ ചോറുണ്ടാക്കി തരുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറ്റം പറയുന്നത്? ഒരു നല്ല വാക്ക് പറയാൻ ശ്രമിക്കുക. കറി നന്നായിട്ടുണ്ട്, അതുപോലെ നല്ല കാര്യമാണ് ചെയ്തത്, എങ്ങനെ നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക പരസ്പരം രണ്ടുപേരും. അങ്ങനെ പരസ്പരമുള്ള ആശ്വാസവാക്കിലൂടെ, കൂടെ ചേർത്തി നിർത്തുന്നതിലൂടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ജീവിതത്തിൽ നല്ല വാക്കുകൾ
പറയാൻ ശ്രമിക്കുക. പരസ്പരം ദേഷ്യം പിടിച്ച് മോശം വാക്കുകൾ ഉറക്കെ പറയാതിരിക്കുക. നല്ല വാക്കുകൾ പതുക്കെ പറയാൻ ശ്രമിക്കുക. പരസ്പരം സ്നേഹത്തോടുകൂടി, ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ, സംസാരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളും എങ്ങനെയൊക്കെയാണ് വീട്ടിൽ പെരുമാറുന്നത്? ഇതുപോലെയാണോ? അല്ലാതെ എങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറുന്നത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. ഇനി ഒരു പുതിയ വീഡിയോവുമായി കാണാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക, സുഖമായിരിക്കുക.